ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് രത്നഗിരിയിൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് നേരം ഒന്ന് ബീച്ചിലൊക്കെ പോയി റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ തെച്ചു പറയുന്നുണ്ടായിരുന്നു ബോൾ കളിക്കാൻ പോകണമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്നാൽ കുറച്ച് നേരം പോയി അവിടെ ഒന്ന് ബോളൊക്കെ കളിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും കേട്ടോ. രാവിലെ ആയിരുന്നെങ്കിലും വലിയ തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ച ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നേരെ ഓപ്പോസിറ്റായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. രാത്രിയിലൊക്കെ നല്ല ചൂടെടുത്തിട്ട് സത്യം പറഞ്ഞാൽ പറ്റണില്ലായിരുന്നു. അതുപോലെ ചൂടായിരുന്നു. AC പോലും അല്ല നമ്മൾ എടുത്തത്, നോർമൽ റൂമായിരുന്നു എടുത്തത്. നമ്മൾ തണുപ്പായിരിക്കുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് എല്ലാം സംഭവിച്ചത്. ഈ ചൂടിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു കേട്ടോ, വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ്, നമ്മൾ താമസിച്ച റിസോർട്ടിലെ ഫുഡെന്ന് പറയുന്നത് എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് മാത്രമേ ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചുള്ളൂ. ഞാൻ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചില്ല, കാരണം എനിക്ക് അതിനുള്ള ഗ്യാപ്പില്ലായിരുന്നു വയറ്റിൽ. ഉച്ചക്കത്തെ ഫുഡ് തന്നെ നല്ല ഹെവി ആയിരുന്നുകൊണ്ട് എനിക്ക് വൈകിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഞാനും കുഞ്ഞും കഴിച്ചില്ല, അനുവേട്ടൻ മാത്രമാണ് കഴിച്ചത്. അനുവേട്ടൻ വൈകിട്ട് കഴിച്ചത് ഒരു എഗ് താലിയായിരുന്നു. അത് നല്ലതായിരുന്നു എന്നായിരുന്നു അനുവേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പം എനിക്കത് കഴിക്കാനുള്ള ഗ്യാപ്പില്ലായിരുന്നില്ല. ഞാൻ ഇച്ചിരിയെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഞാൻ കഴിച്ചേനെ. അപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തന്നെ പോയി സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഒരുപാട് നമുക്ക് അഫോർഡബിളുമാണ്, നല്ല ഫുഡും കിട്ടും. പിന്നെ ക്ലൈമറ്റ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോയാൽ മതി, വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ലെന്ന്. ഞങ്ങൾ പോയ ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ലായിരുന്നു, ആ ഒരു പ്രശ്നമുള്ളായിരുന്നു. അപ്പം നമ്മൾ ഇതേണ്ട കുറച്ച് നേരം ദച്ചുവിൻ്റെ കൂടെ കളിക്കുവാണ്. അവന് ഈ ബോള് ഇങ്ങനെ തിര വരുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് തിര ഇങ്ങനെ ബോൾ തിരിച്ചു കൊണ്ടുവന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദച്ചുവിന് അങ്ങനെ കളിക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് പോയി നിന്ന് ബീച്ചിൽ കളിക്കുന്നതൊക്കെ പേടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ദച്ചു ഞാനും അതുകൊണ്ട് കരയ്ക്ക് തന്നെ നിന്നുള്ള അത്യാവശ്യം പരിപാടികളൊക്കെ ഉള്ളായിരുന്നു. അനുവേട്ടൻ കുറേ തവണ ഞങ്ങളെ രണ്ടുപേരും മാറി മാറി വിളിച്ചു, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പോയില്ല. അനുവേട്ടൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. അനുവേണ്ടും കുഞ്ഞും കൂടെ സാധനമൊക്കെ കൊണ്ടുവെക്കാനായിട്ട് പോയി. നമുക്കും പോകാം. അപ്പോൾ അതേ ലഗേജ് എല്ലാം എടുത്ത് വെച്ചു. ഇനി നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വേറൊരു ബീച്ചിലേക്കാണ്. പിന്നെ ഒരു ഫോർട്ട് കാണാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ച് കാണാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി കണ്ട ഒരു നല്ല വഴിയാണ് കേട്ടോ. ഇത് ശരിക്കും കടലിൻ്റെ മേളിക്കൂടെയുള്ള ഒരു പാലമാണ്. കടലിൻ്റെ മേളിക്കൂടെയുള്ള ഒരു ഇതാണ് കേട്ടോ, കടൽപ്പാലമാണിത് ശരിക്കും. കടലും കായലും കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു പാലമാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ്. പിന്നെ ബീച്ചോട് ബീച്ചാണ്, ബീച്ച് മാത്രമേ ഉള്ളൂ, ബീച്ചും മൗണ്ടൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ചെറിയ നല്ലൊരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് നിർത്തിയാണ് കേട്ടോ പോയത്. എല്ലായിടത്തും ഇറങ്ങി എല്ലായിടവും കണ്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ കണ്ട ഒരു സ്ഥലമാണിത്. ഇതിനടുത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലവും കൂടി ഉണ്ട് കേട്ടോ. ഗണപതിയായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ അവിടെ എല്ലാം കണ്ടാണ് പോയത്. ഇപ്പം ക്യാമറ പിടിച്ചിരിക്കുന്ന ദച്ചു ആയതുകൊണ്ടാണ് നിങ്ങൾ ആകാശം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദച്ചു ആണ് ക്യാമറാമാൻ. വലിയ ആളും തിരക്കോ ഒന്നും ഇല്ല കേട്ടോ. ഈ ബീച്ചുകളിലൊന്നും വലിയ ആളോ തിരക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം നല്ല സ്ഥലമാണ് പക്ഷേ കാണാനായിട്ട്. അപ്പുറത്ത് ആ സൈഡെന്ന് പറയുന്ന ഫുള്ളിങ്ങനെ തെങ്ങൊക്കെ നിന്നിട്ട് നല്ല എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തി അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് പിന്നെ വേഗം തന്നെ തിരിച്ചു പോയി കേട്ടോ, കാരണം ഒരുപാട് നേരം നിന്നില്ല. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മളിനി ദേവ്ഗലി ബീച്ചിലോട്ടാണ് പോകുന്നത്. ആ ബീച്ചാണ് ശരിക്കും കാണേണ്ട ഒരു ബീച്ച്. അപ്പം അത് ലക്ഷ്യമാക്കി ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 52 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഈ ദേവ്ഗലി കശേലി ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലേക്ക്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു എന്താ പറയുക, കുന്നിൻ്റെ മേളിലാണ് ഇത്. അവിടുന്ന് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങണം കേട്ടോ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ആ ദൂരെ കാണുന്നത് കടലാണ്.
അപ്പം നമ്മളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ അവിടുത്തെ എന്താ പറയുക, ബീച്ചിൻ്റെ കളറ് നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കുമുള്ള അക്വാ ബ്ലൂ ആയിരുന്നു, നല്ല കളർ. എനിക്ക് ആ കളറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ മേളിൽ നിന്നുള്ള വ്യൂ ഇതല്ല, ഇവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയിട്ടുള്ളതാണ് ശരിക്കുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിനി ഇവിടെ എല്ലാം ഇറങ്ങണം. പിന്നെ ഇറങ്ങി താഴെ ചെന്നിട്ട് ഒരു ചെറിയൊരു നിൽക്കാനുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ ചെന്നിരിക്കണം. ആ താഴെ കാണുന്നതാണ്. അപ്പം അവിടെ വരെ നമ്മളിങ്ങനെ ഇറങ്ങണം. ഒരു ചെറിയ വഴിയാണ് കേട്ടോ. അപ്പം ഈ ചൂടത്ത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പിള്ളേരുമൊക്കെ ആയിട്ട് ഇറങ്ങുമ്പം സൂക്ഷിച്ചിറങ്ങണം. അതുകൊണ്ട് പതുക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും വന്നുകൊണ്ടിരുന്നത്. അനുപേട്ടൻ ഫ്രണ്ടിലുണ്ട്, ഞാനും തെച്ചും ബാക്കിലാണ്. രത്നഗിരി പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോഴേ ഞാൻ ഈ ബീച്ചിൻ്റെ കാര്യം ഞാൻ ഉറപ്പിച്ചു വെച്ചതായിരുന്നു. കാരണം യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ഈ ബീച്ചിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. അങ്ങനെ ഏതൊക്കെയായാലും അത് സാധിച്ചു. വന്നത് എന്താ പറയുന്നത്, ഒരു വെർത്തായിട്ട് തോന്നി ഈ ബീച്ച് കണ്ടപ്പോൾ കേട്ടോ. ഭയങ്കര, പക്ഷേ ചൂട് കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു. നമ്മൾ വന്ന സമയം കൊള്ളില്ല. ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഈ രത്നഗിരി എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു ചെറിയ 2-3 കടയൊക്കെ ഉണ്ട്. 2-3 ഇല്ല കേട്ടോ, 2 കടയേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. നമ്മളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ വെയിലെല്ലാം കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം കുടിക്കാനോ അല്ലെ തണുത്ത എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ തോന്നും. അപ്പം ഈ കട വേണ്ടി വരും. അതുകൊണ്ട് അവരറിഞ്ഞ് തന്നെ അവിടെ 2 കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ളത്. കാരണം അത്ര സേഫ്റ്റി അല്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പോലും വിട്ടിട്ടില്ല. അപ്പം നമ്മൾ താഴെ ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷേ അധികം പിള്ളേരുമായിട്ടൊന്നും ആരെ താഴോട്ട് ഇറങ്ങുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ മാത്രമാണ് ആ സാഹസത്തിന് മുതിർന്നത്. ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം മേളിൽ ഞാനും കുഞ്ഞും ഇവിടെ മാത്രമേ നിന്നുള്ളൂ. പക്ഷേ അനുവേട്ടൻ താഴോട്ട് ഇറങ്ങി അവിടെയൊക്കെ കണ്ടു. എനിക്ക് ഈ ഒരു ബീച്ച് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായി സ്വസ്ഥമായി നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇനി നമ്മൾ വന്നത് ആ ഒരു സീസൺ ടൈമിലല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്തായാലും വലിയ ആളും തിരക്കും ഒന്നുമില്ലായിരുന്നു. നമുക്ക് ഒരു എന്താ പറയുന്നത്, സ്വസ്ഥമായിട്ട് നിൽക്കാനും എല്ലാം കാണാനും എല്ലാം പറ്റുന്നുണ്ടായിരുന്നു. ദച്ചു വന്ന പാടെ അവിടെ ഒരു പടിയയിലോട്ട് അങ്ങ് ഇരുന്ന് കേട്ടോ. പുള്ളി അങ്ങ് ടയേർഡായിപ്പോയി. നമ്മൾ ഭയങ്കര ടയേർഡാവും ഈ ഒരു വെയിലത്ത്. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ നിന്നു, അവിടെ എല്ലാം കണ്ടു. എന്നിട്ട് തിരിച്ചു പോയിട്ട് അവിടെ ആ ഒരു പറഞ്ഞ കടയിൽ നിന്ന് നമ്മളൊരു ഇച്ചിരി വെള്ളം മേടിച്ച് കുടിച്ചു. നമുക്ക് നാരങ്ങാ വെള്ളം ഇട്ട് തന്നോട്ടാ ചേട്ടൻ. അപ്പം ദച്ചുവിനൊരു മുട്ടായിയൊക്കെ കൊടുത്തു. അവിടെ ചെറിയൊരു തണലുള്ളതുകൊണ്ട് ഞാനും ദച്ചു അവിടെ തന്നെ ഇരുന്നു. അനുവേട്ടൻ താഴേക്ക് പോവാണ്. താഴേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ചെറിയൊരു വഴിയാണ്. മാത്രമല്ല കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങുന്നതും കുഞ്ഞിനെ നടത്തി ഇറങ്ങുന്നതും ഒട്ടും സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനും ദച്ചു ആ കടയിൽ തന്നെ ഇരുന്ന്, അപ്പം മേളിലിരുന്ന് ആ കടയിലിരുന്നാൽ താഴേക്ക് അനുപേട്ടം പോകുന്നതും അവിടെ എല്ലാം കാണാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ തണലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. ഈ ബീച്ചിൻ്റെ നല്ല കാറ്റ് മേളോട്ട് അടിക്കുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാനും ദച്ചു അവിടെ ഇരുന്നു. അപ്പോൾ അനുപേട്ടൻ താഴെ വന്നു. താഴെ അവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെയൊക്കെയുള്ള എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വീഡിയോയിൽ മാത്രമേ ഞാനത് കണ്ടുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടില്ല. മേളിൽ ഞാൻ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ താഴെ ഫാമിലീസോ അങ്ങനെയുള്ള പിള്ളേരോ അങ്ങനെയൊന്നും ഇല്ല, മൊത്തം ചെക്കന്മാരൊക്കെ ആയിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഏതൊക്കെയായാലും ഞാനും കുഞ്ഞും ഇറങ്ങാഞ്ഞത് നന്നായി. മാത്രമല്ല അങ്ങോട്ട് ഇറങ്ങുന്ന പടിയെല്ലാം ഇളകി കിടക്കുമെന്ന് അനുപേട്ടൻ പറഞ്ഞ്. അപ്പോൾ അനുപേട്ടൻ പോയി അവിടെയെല്ലാം കണ്ടു. അവിടെ മേളോട്ട് അകത്തോട്ടൊക്കെ എന്തൊക്കെയോ ഇടുങ്ങിയിട്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ, ജസ്റ്റ് അവിടെ എല്ലാം പോയി ഒന്ന് കണ്ടിട്ട് ഇങ്ങ് തിരിച്ചു പോന്നു. കാരണം നല്ല ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അധിക നേരം അങ്ങനെ നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് ടയേർഡാവും ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അവിടെ ചെറിയൊരു തണലുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്രമല്ല ശക്തിക്കാണ് തിരമാല വരുന്നത് ഇവിടുത്തെ. അപ്പം നല്ല ശക്തിക്കാണ് തിരമാല വരുന്നത്. അതുകൊണ്ട് ഇറങ്ങി കളിക്കാനോ കുളിക്കാനോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പറ്റില്ല. അപ്പോൾ ജസ്റ്റ് അവിടെയെല്ലാം കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് അനുവേട്ടൻ തിരിച്ച് മേലേക്ക് തന്നെ വന്നു. കാരണം ഭയങ്കര ടയേർഡായി. അവിടെ വരെ പോയിട്ട് വെള്ളം കുടിച്ചിട്ടാണ് പോയത്. പക്ഷേ തിരിച്ച് വന്ന് മേളിൽ വന്നപ്പോഴത്തേനും തന്നെ പിന്നെയും ടയേർഡായി അനുവേട്ടൻ. അപ്പം അതുപോലെ ഭയങ്കര ചൂടാണ്. അപ്പം ഞാനും കുഞ്ഞും മേളിൽ നിന്നിട്ട് അനുപേണ്ണ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അപ്പം അനുപേണ്ണ ഇപ്പം തന്നെ കയറി വരും. കയറി വന്നിട്ട് നമ്മൾ ഉടനെ ഇവിടുന്ന് തിരിച്ചു പോകും. കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം ഇങ്ങോട്ടൊക്കെ വരുന്നവർ ഒരു ഡിസംബർ ജനുവരി ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ ഇത്രയും ചൂടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിത് തിരിച്ചു പോവാണ്. വന്ന വഴി തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. പോകുന്ന വഴി കണ്ട ഒരു നല്ലൊരു റോഡാണിത്. അപ്പോൾ ഇനി എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കണം. കാരണം രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട്. കുറേ തപ്പിയതിന് ശേഷം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചിക്കൻ താലി ഓർഡർ ചെയ്തു. ഒട്ടുക്കത്തെ വിലയാണ്. ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഈ ഹോട്ടലിൽ കേട്ടോ. പക്ഷേ നല്ല ഫുഡായിരുന്നു. ഫുഡിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ചിക്കൻ തന്നെ 3 ടൈപ്പ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ ഗ്രേവി, പിന്നെ ചിക്കൻ, പിന്നെ ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ, ലിവർ കീമ പോലെ ചെയ്തത്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി, റൈസ്, പിന്നെ സോൽക്കടി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഈ രത്നദുർഗ് ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ മേളോട്ടാണ് കേട്ടോ പോകുന്നത്. മേളിലാണ് രത്നദുർഗ് ഫോർട്ട് ഉള്ളത്. അപ്പം ആ ഫോർട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ഇതൊക്കെയാണെന്നാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത്. അപ്പം നമ്മൾ ആ ഫോർട്ടും കൂടെ കാണാൻ പോവാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചിനി പോകും കേട്ടോ. തിരിച്ചിനി നമ്മളെങ്ങും പോകുന്നില്ല. കാരണം അൺസഹിക്കബിൾ ചൂടാണ്. നമുക്കിനി ഈ നാട് പെട്ടെന്ന് തന്നെ വിടണം. അപ്പോൾ അതുകൊണ്ട് വേഗം നമുക്ക് രത്നദുർഗ് ഫോർട്ടൂടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ച് ഇപ്പം നമ്മൾ ഈ ഫോർട്ടിലേക്ക് കയറുവാണ്. 20 രൂപയും കൊണ്ടായിരുന്നു ഒരാൾക്ക് ടിക്കറ്റ് കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 20 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. എൻട്രൻസ് കയറി മേളിൽ ചെല്ലുമ്പം പ്രത്യേകിച്ച് ഇവിടെ കാണാൻ എന്തുണ്ടെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനറിയായിരിക്കും. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു ഫോർട്ട്, പിന്നെ ഫോർട്ടിൻ്റെ മേളിൽ നോക്കുമ്പം ബീച്ചിൻ്റെ പല ഭാഗങ്ങൾ കാണാം. പിന്നെ ഈ ഫോർട്ടിൻ്റെ അടിയിലൊരു ഗുഹയുണ്ട് കേട്ടോ. പക്ഷേ അങ്ങോട്ടൊന്നും നമ്മൾ ഇറങ്ങിയില്ല. കാരണം ദച്ചു ഉള്ളതുകൊണ്ടും പിന്നെ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇതാണ് മേളിൽ വരുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. മൊത്തം ബീച്ചാണ് കേട്ടോ. ചുറ്റും ബീച്ചാണ്. അപ്പം ഇവിടുന്ന് ഇനി കുറേ ദൂരം നടന്ന് അവസാനം നമ്മൾ ക്ഷീണിച്ചു. പിന്നെ ചെറിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര അങ്ങോട്ട് വെയിൽ കൊള്ളുന്നില്ല. പക്ഷെ എന്നാലും ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല പുഴുങ്ങിയ അവസ്ഥയായിരുന്നു കേട്ടോ. നല്ല പുഴുങ്ങലുണ്ടായിരുന്നു. പിന്നെ വേഗം ഇത് കണ്ടു തീർത്തിട്ട് നമുക്ക് വേഗം ഈ നാട് വിടാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. കാരണം അത്രയും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് തന്നെ ഇത്ര ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ദച്ചുവിൻ്റെ കാര്യം പറയണ്ടായിരിക്കും. പിള്ളേർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇത് കണ്ടു തീർത്തിട്ട് പോകാം എന്നായി. പക്ഷേ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് വന്നത്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സകലതും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് തകർത്ത് കളഞ്ഞു. കാരണം നമ്മൾ ഭയങ്കര ടയേർഡായി പോകും കുറച്ച് നേരം തന്നെ ഇത് കൊണ്ടു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ വേഗം ഇവിടം കണ്ടു തീർത്തിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് ബീച്ച് ഉള്ളത് കൊണ്ട് അവിടുന്ന് ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരാശ്വാസം തരുന്ന രീതിയിലുള്ള കാറ്റൊന്നുമില്ല. ചെറിയൊരു തഴുകൽ മാത്രമേ ഉള്ളൂ. അപ്പം ദച്ചു ഓൾറെഡി ടയേർഡായി. ദച്ചു പറയുന്നുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഇവിടെ ഇനി കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ പോയി കറങ്ങി വേണം ഇനി തിരിച്ച് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാറ്റ്. കുറച്ച് നേരം അവിടെ നിന്ന് നന്നിട്ട് കാറ്റൊക്കെ കൊണ്ടു.
ഈ ഒരു ഫോർട്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യൂ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സമാധാനമായിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. ദച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നു. കാല് മടുത്തു നടന്ന് ദച്ചുവിന്. അപ്പോൾ ഇത് ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ. അപ്പം ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്താണ് ഈ കേവ് വരുന്നത് കേട്ടോ. രത്നദുർഗ് കേവ് എന്നോ അങ്ങനെ എന്തോ ആണ്, ഫോർട്ടിൻ്റെ കേവ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മളിങ്ങോട്ട് വരുന്ന വഴി കണ്ട ഒരു ഇത്. പക്ഷെ നമ്മൾ അവിടെ കയറുന്നില്ല കേട്ടോ, കാരണം ഇനി അവിടെയും കൂടെ കയറി ഇങ്ങനെ കുറേ നടക്കാൻ നമുക്ക് വയ്യ. ഓൾറെഡി നമ്മൾ ബാറ്ററി ലോ ആയി. അതുകൊണ്ട് വേഗം തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം സമയം ഏകദേശം 3 മണി ഒക്കെ ആവാറായി. അപ്പം ഒരു 10 മണിയോടെയൊക്കെ നമുക്ക് പൂനെ എത്താൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി. നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ നിർത്തിയതാണ്. പക്ഷേ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോകാം എന്ന് വിചാരിച്ചു. റൂമൊക്കെ നല്ല റൂമായിരുന്നു. അതുകൊണ്ട് പിന്നെ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ നോക്കിയില്ല. കാരണം നമ്മൾ ചെല്ലുന്ന സമയത്താണേലും ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ പോകുന്ന വഴി അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രി ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഒന്ന് തണുത്ത്. അങ്ങനെ രാവിലെയായി നല്ല സുഖമായിട്ട് ഇന്നലെ കിടന്നുറങ്ങി. സുഖമായിട്ട് ഞങ്ങൾ 3 പേരും നല്ല ഒരു 8-8:30 വരെ കിടന്നുറങ്ങി കേട്ടോ. നല്ല രസമായിട്ട് കിടന്നുറങ്ങി. ഇനി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് അത് വെറുതെ സ്കിപ്പ് ചെയ്ത് കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റോടെ കഴിച്ചിട്ട് വേണം നമുക്കിനി പോകാനായിട്ട്. അപ്പോൾ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഫുഡൊക്കെ പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലായിടത്തും നിന്ന് കഴിച്ച ഫുഡും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റ് നിറയെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം എത്ര വേണേലും കഴിക്കാം കേട്ടോ. അപ്പം അതുകൊണ്ട് വയറ് നിറച്ച് കഴിച്ചു. ഉച്ചക്കത്തെ ഇനി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മളിനി ലേറ്റ് ആവാൻ നിൽക്കുന്നില്ല, വേഗം തന്നെ ഇറങ്ങുകയാണ്. കാരണം നമ്മൾ വന്ന വഴി, അതായത് നമ്മളിങ്ങോട്ട് വന്ന വഴി അത്യാവശ്യം ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പം അതുകൊണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ അതിൽ കൂടെയുള്ള പോക്ക് അത്ര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ്. ഒരു 6 മണിക്കുള്ളിൽ തന്നെ നമ്മൾ പൂനെ വീട്ടിൽ ചെല്ലണം. അതിന് ആ ഒരു എയിമിലാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ സൈഡിലായിരുന്നു അവരുടെ കിച്ചണൊക്കെ കേട്ടോ. നല്ല നീറ്റാണ് എല്ലാ കാര്യങ്ങളും. നല്ലൊരു ഹോട്ടലായിരുന്നു. അപ്പം നമ്മളിതേ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ചേട്ടൻ അവിടെ പോവുകയാണ് കേട്ടോ. അപ്പം ഞാനിനി ദച്ചുവിനെയും അനുവേണ്ണയും വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇനി നമ്മൾ നേരെ പൂനെക്ക് പോവുകയാണ്. ഒരുപാട് ടയേർഡായി. മുഖമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ടാനൊക്കെ അടിച്ച് അടിപൊളിയായി. തെച്ചു അവിടെ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അവൻ ഫുൾ ടൈം ബാക്കിലായിരുന്നു. അവിടെ ഒരു ബെഡ് പോലെ സെറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞു അവൻ്റെ കാർ വെച്ച് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. നമ്മുടെ രത്നഗിരിയിലെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം പോകുന്ന വഴിയൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പം എല്ലാവർക്കും ബൈ.